കാസർഗോഡ് അനന്തപുരം പൊട്ടിത്തെറിയിൽ ഫാക്ടറി പ്രവർത്തിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ബോയിൽ ഓപ്പറേറ്റർക്ക് ലൈസൻസ് വേണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടു. തൊഴിലാളികളുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുവെന്നും പ്രാഥമിക റിപ്പോർട്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ തൊഴിലാളികൾ ആംബുലൻസിനായി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, പലപ്പോഴും ഇതുപോലെയുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് ശേഷമാണ് സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തൊക്കെ നിയമലംഘനങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇപ്പോൾ? പ്രധാനമായും ബോയിലറുകൾ പ്രവർത്തിച്ച് വലിയ തോതിലുള്ള ബോയിലറുകൾ പ്രവർത്തിച്ച് വരുന്ന സ്ഥാപനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ലൈസൻസ് കൃത്യസമയത്ത് പുതുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാൽ ആ ഒരു നിയമം പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോയിലറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രത്യേക സാങ്കേതിക പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെയുള്ള ജീവനക്കാരാവണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി പലതവണയായി ഇൻഡസ്ട്രിയൽ നിയമങ്ങളുടെ ഭാഗമായൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നാൽ യാതൊരു സാങ്കേതിക പരിജ്ഞാനവുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെ, താൽക്കാലിക ജീവനക്കാരെയാണ് അതിനായി ഉപയോഗിച്ചത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്ത് ബോയിലറിൻ്റെ ആ ഒരു സ്റ്റോറേജ് റൂമിനകത്ത് 3 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ആസം സ്വദേശിയായ നജീറുള്ള അലി എന്ന യുവാവ് അതിദാരുണമായി മരണപ്പെടുകയും ചെയ്തു. 2 ആളുകൾക്ക് ഇപ്പോഴും അവർ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കെട്ടിടം പൂർണ്ണമായി തകരുന്ന രീതിയിലേക്ക് അത്രത്തോളം വലിയ സംഭരണശേഷിയുള്ള ഒരു വലിയ ബോയിലർ അടക്കമുള്ള വലിയ സ്ഫോടക ശേഷിയുള്ള സംവിധാനങ്ങളടക്കം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള അഗ്നിശമന സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആംബുലൻസ് സൗകര്യങ്ങളൊന്നും തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ, അത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അവിടെയാണ് ഡെക്കോർ പ്ലൈവുഡ് കമ്പനി അടക്കമുള്ള വിവിധ വലിയ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. അവിടെയൊന്നും തന്നെ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അപകടത്തിന് ശേഷം ആംബുലൻസിന് വേണ്ടി ആളുകൾ ഓടുകയാണ്. ചികിത്സാ സഹായം അടക്കമുള്ള ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല.